ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് 12 തിരുവചനങ്ങളുള്ള 97-ാമത്തെ സങ്കീർത്തനമാണ്. ദൈവം പ്രപഞ്ചത്തിൻ്റെ നാഥനാണ് എന്നുള്ളതാണ് സങ്കീർത്തനത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു ധ്യാന വിഷയം. ഇരുളിലും ദൈവത്തിൻ്റെ മഹത്വം നമ്മെ പൊതിഞ്ഞു നിൽക്കുകയാണ്. ഈ സങ്കീർത്തനം ഒരുപക്ഷെ 93, 99 സങ്കീർത്തനങ്ങളിലെ പോലെ തന്നെ ദൈവത്തിൻ്റെ ഭരണത്തെക്കുറിച്ചാണ് പ്രകീർത്തിക്കുന്നത്. കർത്താവ് ഭൂമി മുഴുവനും വാഴുന്നതിനെയും അവൻ്റെ സർവ്വ അധികാരത്തെയും ഈ സങ്കീർത്തനം വെളിവാക്കുന്നുണ്ട്. ദൈവഭക്തരിൽ നിറയുന്ന ആനന്ദ ആഹ്ലാദത്തിൻ്റെ സ്വരമാണ് ഈ സങ്കീർത്തനം. ദൈവം പ്രത്യക്ഷപ്പെടുന്നു തൻ്റെ ജനത്തിൻ്റെ മുൻപിൽ. അവിടുന്ന് വരുന്നത് അഗ്നിയുടെയും മിന്നൽ പിണറുകളുടെയും മേഘങ്ങളുടെയും മധ്യയാണ്. സന്തോഷവും അത്ഭുതവും ഭയവും ജനിപ്പിക്കുന്ന വിധത്തിലാണ് ദൈവം തങ്ങളുടെ ജനതകളുടെ മധ്യേ ഇറങ്ങി വരുന്നത്. പ്രപഞ്ചവും ജനസമൂഹങ്ങളും ആനന്ദ ആദരവോടുകൂടിയാണ് അവിടുത്തെ സ്തുതിക്കുന്നത്. എല്ലാ ദേവന്മാരും അവിടുത്തെ മുൻപിൽ കുമ്പിടുന്നു, അവിടുത്തെ മഹത്വം ദർശിക്കുകയും ചെയ്യുന്നു. ശത്രുക്കൾക്കെതിരെയുള്ള കർത്താവിൻ്റെ വരവ് മിന്നൽ പിണർ പോലെ കടന്നു വരുന്നു എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, അവിടുന്നാണ് ദേവന്മാരുടെ ദേവൻ. അവിടുന്ന് ഏത് നിമിഷവും കടന്നു വരാം. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വരവിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ ഓരോ കൊച്ചു കൊച്ചു പ്രവർത്തികളും അന്ത്യവിധിക്ക് വേണ്ടിയിട്ട്, സ്വർഗത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ദിവസം എല്ലാ കാര്യങ്ങളും ഈ വലിയ ബോധ്യത്തോടുകൂടി ആനന്ദ ആഹ്ലാദത്തിൽ നമുക്ക് ചെയ്യുവാനായിട്ട് പരിശ്രമിക്കാം. ദൈവസമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ആമേൻ.